Definition: a polynomial p belongs to p of f. p of f ക്യാപിറ്റൽ p of f ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഇൻ ദി ഫീൽഡ് f is said to have degree m if their excess scalars a0, a1, etc. am belongs to f with am not equal to 0 such that p of z equal to a0 a plus a1 z a plus etc. plus am z raised to m for all z belongs to f. ഇപ്പോൾ ഒരു പോളിനോമിയൽ പി ഓഫ് എഫിൽ നിന്ന് ഒരു പി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിഗ്രി എം എന്ന് വിളിക്കണമെങ്കിൽ പി ഓഫ് ഇസഡ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ഇസഡ് പ്ലസ് എക്സെട്ര പ്ലസ് എ എം ഇസഡ് റേസ് ടു എം എന്ന് എഴുതാൻ കഴിയണം. എ നോട്ട് എ വൺ എക്സെട്ര എ എം ഇതെല്ലാം സ്കെയിലാറുകളാണ്. അതേപോലെ എ എം നോട്ട് ഈക്വൽ ടു 0 ആവുകയും വേണം. ദ പോളിനോമിയൽ ദാറ്റ് ഈസ് ഐഡൻറ്റിക്കലി 0 ഇസ് സെഡ് ടു ഹാവ് ഡിഗ്രി മൈനസ് ഇൻഫിനിറ്റി. ഐഡൻറ്റിക്കലി 0 ആയിട്ടുള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി മൈനസ് ഇൻഫിനിറ്റി ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. For m, a non-negative integer, let Pm of f denote the set of all polynomials with coefficients in f. അപ്പോൾ പി ഓഫ് എഫ് നമ്മൾ പറഞ്ഞു, പി എം ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉണ്ട്, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഇൻ എഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഡിഗ്രി അറ്റ്മോസ്റ്റ് എമ്മിൽ കൂടുതൽ ഡിഗ്രി ഉള്ള ഒരിക്കലും പി എം ഓഫ് എഫിനകത്ത് വരത്തില്ല. മാക്സിമം ഡിഗ്രി എം വരുന്ന ആൾക്കാർ ആണ് പി എം ഓഫ് എഫിനകത്ത് വരുന്നത്. ദെൻ പി എം ഓഫ് എഫ് ഈസ് എ സബ് സ്പേസ് ഓഫ് പി ഓഫ് എഫ്. ഇപ്പോൾ പി എം ഓഫ് എഫ് എന്ന് പറയുന്നത് പി ഓഫ് എഫിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. ഹവർ പി എം ഓഫ് എഫ് ഈസ് എ വെക്ടർ സ്പേസ്. This vector space is finite dimensional because it is spanned by the list 1z, z square, etc. z raised to m. Pm of f subspace of P of f ആണ്. However, Pm of f is a vector space. അത് itself ഒരു വെക്ടർ സ്പേസ് ആണ്. This vector space is finite dimensional because it is spanned by the list. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് ഏത് ലെറ്റർ വന്നാലും 1 ഇസഡ് ഇസഡ് സ്ക്വയർ എക്സെട്ര ഇസഡ് റേസ്ഡ് ടു എം എന്ന് പറയുന്ന ലിസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്പാൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളൊരു ഏതൊരു പോളിനോമിയൽ ഇതിനകത്ത് നിന്ന് എടുത്താലും എൻ്റെ ഫോം എ നോട്ട് പ്ലസ് എ വൺ ഇസഡ് പ്ലസ് എക്സെട്ര പ്ലസ് എ എം ഇസഡ് റേസ്ഡ് ടു എം ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് എ നോട്ട് ഇൻറ്റു 1 പ്ലസ് എ വൺ ഇൻറ്റു ഇസഡ് എ പ്ലസ് എക്സെട്ര പ്ലസ് എ എം ഇൻറ്റു ഇസഡ് റേസ്ഡ് ടു എം എന്ന് നമുക്ക് എഴുതാം. ബിലോങ്സ് ടു സ്പാൻ ഓഫ് 1 ഇസഡ് ഇസഡ് സ്ക്വയർ എക്സെട്ര ഇസഡ് റേസ്ഡ് ടു എം. ഓക്കെ, ഡയമെൻഷൻ ഓഫ് പി എം ഓഫ് എഫ് അപ്പോൾ എന്താണ്? m+1 ആണ്. m+n അല്ല, m+1 ആണ് എഴുതിയിരിക്കുന്നതിലൊരു പിശകുണ്ട്. അതെങ്ങനെ m+1 വരുന്നത്? ഈ സ്പാനിനകത്തിന് 1 ഇസഡ് ഇസഡ് സ്ക്വയർ എക്സെട്ര ഇസഡ് റേസ്ഡ് ടു എമ്മിനകത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? m+1 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ m+1 ആണ്. അടുത്ത ഡെഫിനിഷൻ, എ വെക്ടർ സ്പേസ് ദാറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ് ഡയമെൻഷൻ ഈസ് കോൾഡ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ. ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലാത്ത വെക്ടർ സ്പേസുകളാണ് ഇൻഫിനിറ്റ് ഡയമെൻഷനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ പി ഓഫ് എഫിനകത്ത് ഡിഗ്രി പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇൻഫിനിറ്റ് ഡയമെൻഷനാണ്. എഫ് റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റ് ഡയമെൻഷനാണ്. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റർ, എ ലിസ്റ്റ് v1 v2 etc. vm of vectors in capital V is called linearly independent if the only choice of a1 a2 etc. am belongs to f that makes a1 v1 plus a2 v2 plus etc. plus am vm equal to 0 is a1 equal to a2 equal to etc. equal to am equal to 0. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അതിനെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ a1 a2 etc. am എഫ് നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഇക്വേറ്റഡ് ടു 0 ആക്കി കൊടുക്കുമ്പോൾ ഈ സ്കെയിലറുകളെല്ലാം നമുക്ക് 0 കിട്ടും. ഓക്കെ, therefore ഒരു സെക്കൻഡ്, therefore 1 0 0 എക്സെട്ര 1 0 0 0 അടുത്തത് 0 1 0 0 അടുത്തത് 0 0 1 0 ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ എഫ് റൈസ് ടു 4. ഓക്കെ, ഈ 3 വെക്ടേഴ്സും എഫ് റൈസ് ടു 4-നകത്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഫോർ a1 ഇൻറ്റു 1 0 0 0 പ്ലസ് a2 ഇൻറ്റു 0 1 0 0 പ്ലസ് a3 ഇൻറ്റു 0 0 1 0 പ്ലസ് a4 ഇൻറ്റു 0 0 0 0 ഈക്വൽ ടു 0 0 0 0. ഓക്കെ, linearly independent. മൂന്ന് വെക്ടേഴ്സ് a1 a2 a3 a4 ഇല്ല കേട്ടോ, a1 a2 a3 മാത്രമേ ഉള്ളൂ. a1 ഇൻറ്റു 1 0 0 0 പ്ലസ് a2 ഇൻറ്റു 0 1 0 0 പ്ലസ് a3 ഇൻറ്റു
0 0 1 0 പ്ലസ് ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു വെക്റ്റർ കൂടെ വരേണ്ടതായിരുന്നത് 0 0 0 1 എന്ന് പറയുന്ന ആ ലാസ്റ്റ് 1 വരുന്ന ആ വെക്റ്റർ കൂടെ വരണം. എന്നാലേ പ്ലസ് A4 ഇൻറ്റു അത് ഈക്വൽ ടു 0 0 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A1 0 A2 0 A3 0 A4 0 എന്ന് കിട്ടും. A list V of length 1 is linearly independent if and only if V not equal to 0. അടുത്ത നോട്ടാണ് ലിസ്റ്റിൽ V of length 1 is linearly independent if and only if V not equal to 0. ഓക്കെ, നമ്മൾ ആദ്യം V not equal to 0 എന്ന് എടുക്കുന്നു. ദെൻ C ഇൻറ്റു V ഈക്വൽ ടു 0, C belongs to F. ഇപ്പം V not equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? C equal to 0 എന്ന് കിട്ടണം. ഇപ്പോൾ C equal to 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്കത് ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം V not equal to 0 എന്ന് എടുക്കുന്നു. ദെൻ C ഇൻറ്റു V equal to 0. അപ്പോൾ V not equal to 0 ആണെങ്കിൽ നമുക്ക് C equal to 0 ആയേ പറ്റുള്ളൂ. ഇഫ് V equal to 0 ദെൻ അപ്പോൾ ആദ്യം നമുക്ക് V not equal to 0 ആണെങ്കിൽ C equal to 0 എന്ന് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. ഇനി അപ്പോൾ V equal to 0 ആണെന്ന് കഴിഞ്ഞ് എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇഫ് V not equal to 0, ദാറ്റ് ഈസ് ഇഫ് V not equal to 0 ദെൻ ലിസ്റ്റ് V is ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് എഴുതേണ്ടത്. ഇനി കോൺവേഴ്സ്ലി ലെറ്റ് സ്മോൾ ലെറ്റർ V be ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് V not equal to 0 എന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ഇനി V equal to 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? V equal to 0 ആണെങ്കിൽ നമുക്ക് C ഇൻറ്റു V equal to 0 എന്ന് എഴുതിയിട്ട് C ഏത് നോൺ സീറോ നമ്പർ വേണേലും എഴുതാം. നമുക്ക് പ്രോഡക്റ്റ് 0 കിട്ടത്തില്ലേ? അപ്പോൾ അവിടെ C ഒരു നോൺ സീറോ സ്കെയിലർ വന്നു, C ഇൻറ്റു V equal to 0 എന്നും കിട്ടി. അപ്പോൾ ഇതെന്താവും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാവും. അതൊരു കോൺട്രഡിക്ഷനാണ്. ഓക്കെ.